മിക്ക മത്സര പരീക്ഷ കഴിയുമ്പം ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒരു വാക്യമുണ്ട്, എനിക്കെല്ലാം അറിയാവുന്നതായിരുന്നു അല്ലേ. പല ഉദ്യോഗാർത്ഥികളും നമ്മളോട് പറയുന്നൊരു വാക്യം, എല്ലാം എനിക്കറിയാവുന്നതായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. ഈ റിവിഷനിലൂടെ നമ്മളൊരു സ്ട്രാറ്റജി ഫ്രെയിം ചെയ്യും. ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റാണ്. മത്സര പരീക്ഷയിൽ ഈ ബിഗിനർ എന്നോ ഒരു സീനിയർ എന്നോ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാവർക്കും ഒരേ മത്സര പരീക്ഷ, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ടഫാണെങ്കിൽ ടഫാണ്, സിമ്പിളാണെങ്കിൽ സിമ്പിളാണ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ റാങ്ക്, അവരുടെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലെ പൊസിഷനെല്ലാം വളരെ ബാക്കിലേക്ക് ആക്കുന്ന ഒരു മേഖലയാണ് നെഗറ്റീവ് മാർക്ക്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഒരു സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യും. അവർക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യും. ആ സ്റ്റഡി പ്ലാനിൽ SCRT കണ്ടൻറ്റ് കാണും, സിലബസ് ബേസ്ഡ് ഫാക്റ്റ് കാണും, എല്ലാ ടോപ്പിക്കും ഉൾപ്പെടെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ്. ഡെയിലിയാണ് സ്റ്റഡി പ്ലാൻ, അതല്ലാതെ വീക്കിലി മന്ത്ലി സ്റ്റഡി പ്ലാൻ അല്ല, ഡെയിലി സ്റ്റഡി പ്ലാൻ. സൗജന്യ മത്സര പരീക്ഷാ പരിശീലനത്തിലൂടെ 3500-ലധികം റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെ 1,00,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകിയ സർക്കാർ ഉദ്യോഗസ്ഥൻ. കേറ്ററ്റ് LP UP HSA ഉൾപ്പെടെയുള്ള അധ്യാപക പരീക്ഷാ പരിശീലനത്തിന് ഓൺലൈൻ വിപ്ലവം സൃഷ്ടിച്ച ഒരു അധ്യാപകൻ. ഏറെ ആദരവോടെ രഞ്ജിത്ത് സാറിനെ ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒരൊറ്റ തീരുമാനം, 3500-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ. ആരാണ് സാർ ശരിക്കും ഹീറോ? എങ്ങനെ സാധിച്ചു ഈ ഒരു റിസൾട്ടിന്? ശരിക്കും ഹീറോ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഒരു അവാർഡാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ട്രാക്ക് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്തു കൊടുത്തത്, എല്ലാ ദിവസവും അവർക്ക് ക്ലാസ്, എല്ലാ ദിവസവും 5 AM, അതായത് രാവിലെ 5 മണി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ് അപ്ഡേറ്റ് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അപ്ഡേറ്റ് ചെയ്യും, ഒപ്പം കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൃത്യമായി കൊടുക്കുന്നു. അവരെ ലൈവായിട്ട് ട്രാക്കിൽ നിർത്തി രാത്രി 9 മണിക്ക് ശേഷം അവർക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കും. അതായത് രാവിലെ മുതൽ കൊടുക്കുന്ന എല്ലാ മെറ്റീരിയൽസും ക്ലാസ്സും കൃത്യമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യണം. രാത്രി അതിൻ്റെ റിസൾട്ട്, അതായത് അവരൊരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പം അതിനകത്ത് എത്രമാത്രം റിസൾട്ട് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യിപ്പിച്ച് അവസാനമാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ സാർ. അപ്പം അതുപോലെ തന്നെ സാറ് കഴിഞ്ഞ 15 വർഷമായി ഈ ഓൺലൈൻ ഓഫ്ലൈൻ മത്സര പരീക്ഷാ രംഗത്ത് 15 വർഷമായി സജീവമായ ഒരാളാണ്. അപ്പം ഒരു ഉദ്യോഗാർത്ഥിയുടെ സ്റ്റഡി പ്ലാൻ എന്തെന്ന് ചോദിച്ചാൽ സാറിന് മറുപടി എന്തായിരിക്കും? എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു പ്രധാന പ്രശ്നം അവർക്കൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഇല്ലാത്ത. അപ്പം നമ്മളൊരു യാത്ര പോവാം, നമ്മൾ കാസർഗോഡേക്ക് പോവാം, ബേക്കൽ കോട്ട കാണാൻ പോവാം. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് ഒരു ലൊക്കേഷൻ ഇടുക, ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇടുക. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രോപ്പറായിട്ട് വഴിയൊന്നും തെറ്റാതെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ചെന്ന് എത്താൻ പറ്റും. അത് തന്നെയാണ് ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഒരു ദിവസം നമ്മൾ ടാർഗറ്റ് ചെയ്യുക, ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഞാൻ ഇന്ന പോർഷൻ കവർ ചെയ്യും. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിലൂടെ ആ ഒരു സ്റ്റഡി പ്ലാൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ടോപ്പിക് കവർ ആവുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകം ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അവർ ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അത് കൂടുതൽ തവണ റിവൈസ് ചെയ്യണം. മത്സര പരീക്ഷയുടെ ഒരു പ്രത്യേകത, നമ്മളൊരു കാര്യം പഠിച്ചു എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത് ആവർത്തിച്ച് വായിക്കുന്നതിനകത്തും ആവർത്തിച്ച് പഠിക്കുന്നതിനകത്തുമാണ് നിർണായകമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ മാറ്ററേ അത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വേണം. ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള മുഴുവൻ കോച്ചിങ് സെൻറ്ററിൽ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഉദ്യോഗാർത്ഥികളുടെ ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ആ ഉദ്യോഗാർത്ഥികളുടെ ബെൽറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളിതെല്ലാം പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടത് പഠിച്ചു മാറ്റാൻ പറ്റും. അത് പഠിച്ചു മാറ്റുന്നതോടൊപ്പം തന്നെ അവർ ഏതൊക്കെ ഒരു സിലബസ് എടുക്കുക, ആ സിലബസിൽ ഓരോരോ മൊഡ്യൂളായിരിക്കും അവർ ഓരോരോ ടാർഗറ്റിലൂടെ ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാനിലൂടെ അറ്റൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് അതിൽ നമ്മൾ സിലബസ് കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നുണ്ടോ, അതിനകത്ത് നമ്മുടെ ഏതാണ് വീക്ക് പോയിൻ്റ് ഏതാണ്. അപ്പോൾ നമുക്ക് കുറച്ചിപ്പം ഓരോ ഉദ്യോഗാർത്ഥിക്കും, ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എടുക്കുകയാണെങ്കിൽ അയാൾക്ക് മാത്സും ഇംഗ്ലീഷും ആയിരിക്കും വളരെ ബോൾഡ്, വീക്കാവുന്നത് ചിലപ്പോൾ GK പോർഷൻ ആയിരിക്കാം. ദെൻ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വേറൊരു ഉദ്യോഗാർത്ഥി എടുക്കുകയാണെങ്കിൽ, സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി എടുക്കുകയാണെങ്കിൽ അയാൾക്ക് സയൻസും ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം വളരെ ബോൾഡ് ആയിരിക്കും. പക്ഷേ വീക്ക് സബ്ജക്റ്റാണ്, GK ഒരു വീക്ക് സബ്ജക്റ്റ് ആയിരിക്കാം, കറണ്ട് അഫയേഴ്സ് വീക്ക് സബ്ജക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഈ വീക്ക് സബ്ജക്റ്റും ബോൾഡ് സബ്ജക്റ്റും ഒരേപോലെ പോകുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഒരു സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യും. അവർക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യും. ആ സ്റ്റഡി പ്ലാനിൽ SCRT കണ്ടൻറ്റ് കാണും, സിലബസ് ബേസ്ഡ് ഫാക്റ്റ് കാണും, എല്ലാ ടോപ്പിക്കും ഉൾപ്പെടെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ്. ഡെയിലിയാണ് സ്റ്റഡി പ്ലാൻ, അതല്ലാതെ വീക്കിലി മന്ത്ലി സ്റ്റഡി പ്ലാൻ അല്ല, ഡെയിലി സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാനിൽ വ്യക്തമായിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോ ടോപ്പിക്കും. അത് കൃത്യമായിട്ട് അവർ പഠിക്കണം. ആ പഠിച്ചതിൻ്റെ റിസൾട്ട്
അവരെന്ത് ചെയ്യുന്നു, ഈ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ളൊരു ഫോളോ അപ്പിലൂടെ അവർ ആ വിജയത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഒരു തുടക്കക്കാരൻ എന്താണ് ആദ്യമേ ചെയ്യേണ്ടത്? മത്സര പരീക്ഷയിൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എനിക്ക് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, മത്സര പരീക്ഷയിൽ ഈ ബിഗിനർ എന്നോ ഒരു സീനിയർ എന്നോ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാവർക്കും ഒരേ മത്സര പരീക്ഷ, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ടഫാണെങ്കിൽ ടഫാണ്, സിമ്പിളാണെങ്കിൽ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ബിഗിനറിനും സീനിയർ ഇപ്പം പല നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലും പോകുന്ന സമയത്ത് ഒരു ചാപ്പ കുത്തുന്ന പോലെ അവിടുത്തെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവിടുത്തെ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അവർ സീനിയർ ബാച്ചാണ്, ഇവർ ജൂനിയർ ബാച്ചാണ്. അപ്പോൾ ജൂനിയർ ബാച്ചിന് ബേസ് എടുത്താൽ മതി, സീനിയർ ആൾക്ക് ഇത്തിരി റാങ്ക് മേക്കിംഗ് ചോദ്യം കൊടുത്താട്ടെ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ ഒരിക്കലും മത്സര പരീക്ഷയിൽ ഇപ്പം ഞാനായിക്കോട്ടെ, ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളായിക്കോട്ടെ, അവർ നിലവിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഒരു ഉദ്യോഗാർത്ഥി ബിഗിനർ എന്നോ സീനിയർ എന്നോ വ്യത്യാസമില്ലാതെ പ്രോപ്പറായ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം കൃത്യമായി പഠിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കേണ്ട കുറച്ച് ഏരിയയുണ്ട്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ബിഗിനർ ആയിക്കോട്ടെ, സീനിയർ ആയിക്കോട്ടെ, അയാൾ അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. അതിലൊന്ന് എന്ന് പറയുന്നത് സിലബസിനെ മനസ്സിലാക്കുക. അപ്പോൾ വലിയൊരു സിലബസാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ, ഒരു വലിയൊരു സിലബസാണ്. ആ സിലബസിൽ ഒരു 10 മൊഡ്യൂൾ കാണാം, അല്ലെങ്കിൽ ഒരു 9 മൊഡ്യൂൾ കാണാം, അല്ലെങ്കിൽ 15 മൊഡ്യൂൾ, എത്ര മൊഡ്യൂൾ ആയിക്കോട്ടെ. അപ്പോൾ അത്രയും മൊഡ്യൂൾ കവർ ചെയ്യണം. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് ആ സിലബസിൻ്റെ ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായിട്ട്. രണ്ടാമതായിട്ട് ഒരു ഫൗണ്ടേഷൻ വേണം. നമുക്കറിയാം ഒരു ഷേക്കി ഫൗണ്ടേഷനാണ്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ മോശമാണെങ്കിൽ നമ്മൾ കെട്ടുന്ന ബിൽഡിങ് മോശമായിരിക്കും. പക്ഷേ ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ആണെങ്കിൽ നമ്മൾ കെട്ടുന്ന ബിൽഡിങ്ങും എന്തായിരിക്കും, നല്ല ഉറപ്പുള്ള ബിൽഡിംഗ് ആയിരിക്കും. ഇതൊരു നമ്മുടെ സ്ട്രാറ്റജിയാണ്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടാവണം. ആ ബേസ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള, അതായത് നമ്മൾ ഈ പറയുന്ന SCERT, NCERTയിൽ ഓരോ ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്റർ വൈസ് കണ്ടൻറ്റ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, മനസ്സിൽ ഏതൊക്കെ പോർഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ സിലബസുമായി കണക്ട് ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ആ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കുമ്പോൾ പിന്നീട് ഈ പറയുന്ന സിലബസ് കണ്ടൻറ്റിലേക്ക് വരുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാൻ പറ്റും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഈ പറയുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വീണ്ടും റിവിഷൻ നടത്തണം. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനായിക്കോട്ടെ, ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങൾ ഒരു ദിവസം ഒരു കാര്യം പഠിച്ചു. അപ്പോൾ ഒരു ദിവസം ഒരു കാര്യം പഠിച്ചു, അടുത്ത ദിവസം അടുത്ത പുതിയ കാര്യം പഠിക്കുകയാണ്. അത് 3ാമത്തെ ദിവസം വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ പുതിയത് പഠിച്ചു പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ കാര്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ് സെറ്റിൽ അത് നിൽക്കത്തുള്ളൂ. ദെൻ 4ാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ കാര്യങ്ങൾ, നമുക്കൊരു സിലബസ്, നമുക്കൊരു ക്ലാരിറ്റി കിട്ടി, നമുക്ക് ഒരു ബേസ് ഉണ്ടായി, ദെൻ അത് റിവൈസ് ചെയ്തു, ദെൻ മോക്ക് ടെസ്റ്റാണ്. അതായത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പരീക്ഷയുടെ മുൻകാല വർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യും. അപ്പോൾ ആ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ചിലപ്പോൾ 100ൽ 50 ആയിരിക്കും കിട്ടുന്നത് ആദ്യം മോക്ക് എക്സാമിന്. ദെൻ ഗ്രാജ്വലി 100ൽ 60 മാറി, 100ൽ 70 മാറി. അപ്പോൾ അങ്ങനെ മാറി നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യണം. നമുക്കത് അസസ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ഈ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പം 100ൽ ഇത്ര കിട്ടി. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും തുടക്കത്തിൽ ചിലപ്പോൾ 100ൽ 50ൽ താഴെ ആയിരിക്കും, ബിലോ 50 ആയിരിക്കും. ദെൻ അത് ഗ്രാജ്വലി ഓരോ ദിവസം കഴിയും തോറും കൂടി 100ൽ 80, 100ൽ 85 അങ്ങനെ ഒരു ലെവലിലേക്ക് വരുമ്പം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഓട്ടോമാറ്റിക്കലി കൂടുകയും ചെയ്യും. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് ഈ ഒരു മത്സരത്തിന് പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും? പല ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രശ്നം, അവർ നമ്മൾ പറയും ഓഫ്ലൈൻ ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് പറയുന്ന ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഉറപ്പായിട്ടും SCERT, NCERT ചാപ്റ്റർ വൈസ് കണ്ടൻറ്റ് പഠിക്കണം. അപ്പം പല ആളുകളുടെ ഒരു വളരെ മനസ്സിലുള്ളൊരു ചിന്ത, ഞാൻ കൊച്ചുനാളിലൊക്കെ ഇത് പഠിച്ചതല്ലേ, എനിക്കിതൊക്കെ സിമ്പിളായിരിക്കും, ആ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എനിക്ക് ഈസി ആയിട്ട് കിട്ടും, ഇങ്ങനൊരു ഫാൾസ് പ്രൈഡ് അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് പാടെ മാറ്റുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്റർ വൈസ് കണ്ടൻറ്റ് പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവത്തില്ല, എന്നാൽ ഗുണമേ ഉണ്ടാവും. കാരണം ഒരു 100 ചോദ്യം എടുക്കുക, ആ 100 ചോദ്യത്തിൽ ബേസ് ആകുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. ആ ഒത്തിരി ചോദ്യങ്ങൾ ഈ പറയുന്ന SCERTയിൽ നിന്നും NCERTയിൽ നിന്നും ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും SCERT NCERT കണ്ടൻറ്റുകൾ വായിക്കണം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിർണായകമാണ്. അതായത് ഒരിക്കലും ഇപ്പം ഒരു വർഷം എടുക്കുന്ന സമയത്ത് ആ വർഷത്തിന് 10 വർഷം മുന്നേ ഉള്ള മത്സരപരീക്ഷാ ചോദ്യം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ട്രെൻഡിങ് ഏരിയ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ നമുക്ക് 2026 എടുക്കുക, അല്ലെങ്കിൽ 2025 എടുക്കുന്നു, ഇനി വരുന്ന 2027 28 ഏത് വർഷമായിക്കോട്ടെ, ആ വർഷം നടന്ന കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ കാണും. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ട്രെൻഡാണ്. ഇപ്പോൾ നമുക്ക് ഈ വർഷം എടുക്കുകയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും, ഏത് മത്സരപരീക്ഷാ ചോദ്യം എടുത്താലും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉറപ്പായും കാണും. പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്ന പോർഷനിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായും കാണും. അപ്പോൾ ഇങ്ങനെ ഉറപ്പുള്ള കുറച്ച് ഏരിയ ഉണ്ട്. ആ ഉറപ്പുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ മേഖലകൾ കവർ ചെയ്യുമ്പം 100-ൽ 10 മാർക്ക് നമുക്ക് ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ഗ്യാരണ്ടിയാണ്. നമ്മൾ ഇന്ന പോർഷൻ നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്ന ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ പോകുമ്പം നമ്മൾ കൃത്യമായിട്ട് ഒരു ട്രാക്കിലേക്ക് എത്തും. അപ്പോൾ ഉറപ്പായിട്ടും ഫൗണ്ടേഷനായിട്ട് എടുക്കേണ്ടത് SCERT NCERT പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഫൗണ്ടേഷൻ ബേസ്, അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായ ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ റിവൈസ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് അവരെ അത് സഹായിക്കുക? മത്സര പരീക്ഷയിൽ ഏറ്റവും നിർണായകമായ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഒരാൾ പഠിക്കുന്നു. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഉദ്യോഗാർത്ഥി ഒരു കാര്യം പഠിക്കുക, ആ പഠിക്കുന്നതിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ നടത്തണം. ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന ബാച്ചുകളിൽ ഓഫ്ലൈൻ ക്ലാസ് ആയിക്കോട്ടെ ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, കുട്ടികളോട് പറയുന്ന ഒരു കണ്ടൻറ്റ്, നിങ്ങളൊരു കാര്യം പഠിച്ചു, ആ പഠിച്ച കാര്യം എഗെയിൻ റിവിഷൻ നടത്തണം. അതിനുവേണ്ടി ഒരു റിവിഷൻ സ്ട്രാറ്റജി തന്നെയുണ്ട്. ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇതെവിടെയെങ്കിലും ഒന്ന് റിവിഷൻ നടത്തണം. ആ റിവിഷൻ നടത്താൻ വേണ്ടി ശനി ഞായർ ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ശനി ഞായർ ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ ചിന്ത വരികയോ, അപ്പോൾ ശനി ഞായർ ഞാൻ വേറെ സബ്ജക്റ്റ് പഠിച്ചില്ലല്ലോ. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യണ്ടേ? ആ റിവിഷൻ ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. റിവിഷൻ ഇമ്പോർട്ടൻ്റാണ്. മിക്ക മത്സര പരീക്ഷ കഴിയുമ്പം ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒരു വാക്യമുണ്ട്, എനിക്കെല്ലാം അറിയാവുന്നതായിരുന്നു, അല്ലേ? പല ഉദ്യോഗാർത്ഥികളും നമ്മളോട് പറയുന്നൊരു വാക്യം, എല്ലാം എനിക്കറിയാവുന്നതായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. ഈ റിവിഷനിലൂടെ നമ്മളൊരു സ്ട്രാറ്റജി ഫ്രെയിം ചെയ്യും. ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റാണ്. അപ്പം റിവിഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താവും, ഈസി ആവും. ഓരോ മത്സര പരീക്ഷാ ചോദ്യങ്ങളും കണ്ട് അത് മനസ്സിലാക്കി അത് പഠിച്ച് അത് അറ്റൻഡ് ചെയ്ത് പോകുമ്പം നമുക്കൊരു പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പം അതൊരു വെറൈറ്റി ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് പരിചിതം, അത് ഫെമിലിയർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ റിവിഷനിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖല ഇതെല്ലാം ഫെമിലിയർ ആകും. നോക്കൂ, നമ്മളൊരു മത്സര പരീക്ഷ എടുക്കുക, അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയുടെ ടെക്സ്റ്റ് എടുക്കുന്നു, ഒരു റാങ്ക് ഫയൽ എടുക്കുന്നു. ആ റാങ്ക് ഫയലിലെ മുഴുവൻ കണ്ടൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാപ്പാഠം പഠിക്കാൻ പറ്റത്തില്ല. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരിക്കലും കാണാപ്പാഠം പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആവർത്തിച്ച് അത് വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കണ്ടൻറ്റ്, ഇപ്പോൾ കേരളം അടിസ്ഥാന വിവരങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ സയൻസ് ഫാക്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഏത് പോർഷൻ, ഇപ്പോൾ കറണ്ട് അഫേഴ്സ് എടുക്കുക. കറണ്ട് അഫേഴ്സിലെ പ്രത്യേകത ആ വർഷത്തെ ലീഡിങ് ആവുന്ന കറണ്ട് അഫേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ കറണ്ട് അഫേഴ്സ് റിവിഷൻ ചെയ്യേണ്ടത് ഒരു സ്ട്രാറ്റജി ഉണ്ട്. കറണ്ട് അഫേഴ്സ് എൻ്റെയർ കണ്ടന്റ്, ചില ഉദ്യോഗാർത്ഥികളുണ്ട് കറണ്ട് അഫേഴ്സ് ലോകത്തുള്ള മുഴുവൻ കറണ്ട് അഫേഴ്സും പഠിക്കും. പക്ഷേ മത്സര പരീക്ഷയ്ക്ക് ഒരു ട്രെൻഡിങ് ഏരിയ ഉണ്ട്, കറണ്ട് അഫേഴ്സ് തന്നെ. ഇപ്പോൾ GK പോർഷൻ കവർ ചെയ്യുമ്പം ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ SCERT NCERTക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സയൻസ് എടുക്കുകയാണെങ്കിൽ അത് SCERT NCERT കണ്ടൻറ്റ്, അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ദെൻ കറണ്ട് അഫേഴ്സ് എടുക്കുമ്പം നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സിൽ ലീഡിംഗ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട്. ഇപ്പോൾ നോക്കൂ, ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പം അതിൽ ഉറപ്പായും കറണ്ട് അഫേഴ്സ് എന്ന് ചോദിക്കുന്നൊരു മേഖലയാണ് ഇന്നതിൻ്റെ വാർഷികം. അപ്പോൾ ആ വാർഷികം എന്നാണെന്നല്ല ചോദിക്കുന്നത്. ഇപ്പോൾ 2026 ഇന്നതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നു, അതേത് ചരിത്ര സംഭവമാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് പഠിക്കണം. ഏതെങ്കിലും പ്രധാനപ്പെട്ട വിദേശ പൗരന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിദേശ ശക്തികളായിട്ടുള്ള ഈ രാജ്യത്തു നിന്നുള്ള ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇപ്പം നമുക്കറിയാം, റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട്, സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട്, പ്രവാസി ഭാരതീയ ദിവസവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യത്തുള്ള ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വരുമ്പം മത്സര പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ എന്താ ചിന്തിക്കുന്നത്? അയാളുടെ പേര്, ആ ഭരണാധികാരിയുടെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഒരിക്കലും ചോദ്യകർത്താവ് അങ്ങനെയല്ല ചോദിക്കുന്നത്. ചോദ്യകർത്താവ് ചോദിക്കുന്നത് ആ വന്ന ഭരണാധികാരി ഏത് രാജ്യത്തെ ആളാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ഭരണാധികാരിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മത്സര പരീക്ഷയിൽ കറണ്ട് അഫേഴ്സ് ഏരിയ കവർ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ മേഖലയും, അത് ഏത് മേഖല എടുത്തോട്ടെ, നമ്മൾ പറഞ്ഞ ഈ 100 മാർക്കിൻ്റെ മേഖല എടുത്താലും അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ട? എഗെയിൻ ആൻഡ് എഗെയിൻ റിവിഷൻ നടത്തണം. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിവിഷൻ സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ ബാച്ച്, ഓൺലൈൻ ബാച്ചിലും ഓഫ്ലൈൻ ബാച്ചിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ രീതി ഇങ്ങനെയാണ്, ആവർത്തിച്ച് അവരെ കൊണ്ട് പഠിപ്പിക്കുന്നു. അത് പരീക്ഷയിലൂടെ ആയിക്കോട്ടെ, മാജിക് മന്ത്ര സെഷനിലൂടെ ആയിക്കോട്ടെ, വർക്ക് ഡയറിയിലൂടെ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്.
സാർ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് പ്രിലിംസ് കിട്ടുന്നു പക്ഷെ മെയിൻസ് കിട്ടുന്നില്ല. സത്യത്തിൽ എന്തിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പ്രയോറിറ്റി കൊടുക്കേണ്ടത് രണ്ടിനും പ്രയോറിറ്റി കൊടുക്കണം. അതായത് മിക്ക മത്സര പരീക്ഷയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രിലിമിനറി പരീക്ഷയുണ്ട്, മെയിൻ പരീക്ഷയുണ്ട്, ദെൻ ഒറ്റ പരീക്ഷയുടെ നടത്തുന്ന ധാരാളം മത്സര പരീക്ഷയുണ്ട്. ഇപ്പോൾ യൂണിഫോം തസ്തികയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ സബ് ഇൻസ്പെക്ടർ പോലുള്ള മത്സര പരീക്ഷ അല്ലാതെ മറ്റു മത്സര പരീക്ഷയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ഒറ്റ പരീക്ഷയുള്ളൂ. അപ്പം പ്രിലിമിനറി പരീക്ഷ പല ഉദ്യോഗാർത്ഥികളും പറയുന്നൊരു പരിഭവം, അവർക്ക് പ്രിലിംസ് കിട്ടുന്നുണ്ട്, അതിൽ 100 മാർക്കിൻ്റെ OMR പരീക്ഷ തന്നെയാണ്. അപ്പോൾ പ്രിലിമിനറി പരീക്ഷ അവർ കിട്ടുന്നുണ്ട്, മെയിൻ പരീക്ഷ കിട്ടുന്നില്ല. അപ്പോൾ പിന്നീട് ഈ പരിഭവമൊക്കെ മാറിയിട്ട് അവർ മെയിൻസിലേക്ക് അങ്ങ് ആദ്യം ഫോക്കസ് കൊടുക്കും. അപ്പോൾ ആദ്യ പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ടാസ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി പരീക്ഷ യോഗ്യത നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ പ്രിലിമിനറി പരീക്ഷയിലും മെയിൻ പരീക്ഷയ്ക്കും രണ്ടിനും സെയിം ആകുന്ന ഒത്തിരി മൊഡ്യൂൾ പോർഷനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ചരിത്രം എടുക്കുക അല്ലെങ്കിൽ കേരള ചരിത്രം എടുക്കുക. അപ്പോൾ ഈ പറയുന്ന പ്രിലിമിനറി പരീക്ഷയിലും കേരള ചരിത്രം പഠിക്കണം, ഇന്ത്യൻ ചരിത്രം ഈ പറയുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്കും പഠിക്കണം, മെയിൻ പരീക്ഷയ്ക്കും പഠിക്കണം, കേരള ചരിത്രം രണ്ടിടത്തും പഠിക്കണം. അപ്പോൾ അങ്ങനെ രണ്ടിടത്തും പഠിക്കേണ്ട ധാരാളം ടോപ്പിക്കുണ്ട്. അപ്പോൾ ആദ്യം കവർ ചെയ്യേണ്ടത് അതായിരിക്കണം. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് കൂടുതൽ, ഈ പറയുന്ന മെയിൻ പരീക്ഷയ്ക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 2 മത്സര പരീക്ഷയും ആര് നേടേണ്ടതാണ്? ഒരു ഉദ്യോഗാർത്ഥി നേടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം ആദ്യ പ്രയോറിറ്റി എന്തിനു തന്നെ കൊടുക്കണം? മെയിൻ പരീക്ഷയ്ക്ക് തന്നെ കൊടുക്കണം. കാരണം പ്രിലിമിനറി പരീക്ഷ യോഗ്യത എല്ലാവരും നേടും, പക്ഷേ മെയിൻ പരീക്ഷയാണ് എല്ലാവർക്കും നേടാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ പാടുള്ളത് അതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തുടക്കത്തിലെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വേണം നമ്മൾ പഠിച്ചു മാറ്റാൻ. അപ്പോൾ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ആകേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പം മിക്ക ഉദ്യോഗാർത്ഥികളും ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇപ്പോൾ കേരള ചരിത്രം എടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ കേരള ചരിത്രത്തിൽ ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഉദ്യോഗാർത്ഥി എടുക്കുകയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് കേരള ചരിത്രത്തിൽ നല്ല ധാരണയുണ്ടാവും. അവർ വീണ്ടും വീണ്ടും കേരള ചരിത്രം പഠിച്ചു മാറ്റിയതുകൊണ്ട് അവർക്കൊരു ഗുണമില്ല. അപ്പോൾ അവർ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആകുന്നതല്ലാതെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള എല്ലാ ടോപ്പിക്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 10 വിരൽ, നമുക്ക് 10 വിരലുകളുണ്ട്. ഈ 10 വിരലിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? അതുപോലെ തന്നെയാണ് മത്സര പരീക്ഷ. ഓരോ സബ്ജക്റ്റ്, അതിൽ സയൻസ് എടുത്തോ, GK പോർഷൻ എടുത്തോ, കറണ്ട് അഫേഴ്സ് എടുത്തോ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ്, വൊക്കാബുലറി, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ എല്ലാ ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാ ടോപ്പിക്കും എന്താവുമ്പം ഒരുമിക്കുമ്പോഴാണ് നമ്മൾ റാങ്ക് ആവുന്നത്. അതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളുടെ ഒരു മെറിറ്റ്. അവരെല്ലാ ടോപ്പിക്കും കവർ ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല. അപ്പം ഇന്ത്യൻ ചരിത്രം എടുക്കും. അപ്പം എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ഫിസിക്സ് എനിക്ക് എങ്ങനെയായാലും ഫിസിക്സ് കിട്ടും. പിന്നെ ഞാൻ ഫിസിക്സിൽ ഡെപ്ത് കണ്ടൻറ്റ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവുന്നതിനോട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുമായി കണക്ട് ചെയ്യുമ്പോൾ അതൊരു പൊരുത്തക്കേടാണ്. സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. എപ്പോഴും പഠിച്ചാൽ മാത്രമാണോ റിസൾട്ട് കിട്ടുന്നത്? ഈ നോട്ട്സ് ഒക്കെ എഴുതി പഠിക്കേണ്ട കാര്യമുണ്ടോ? നോട്ട്സ് എഴുതി പഠിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എടുക്കുകയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥി ഒരു കണ്ടൻറ്റ് വായിക്കുന്നു, ഒരു ക്ലാസ് കാണുന്നു, അതിൻ്റെ A to Z കാര്യങ്ങൾ ദയവ് ചെയ്ത് എഴുതിയെടുക്കാൻ നിൽക്കരുത്. കാരണം നമ്മളൊരു ഫോട്ടോ കോപ്പി മെഷീനായി മാറേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പോൾ ഒരു വീഡിയോ ക്ലാസ്, ഒരു അരമണിക്കൂർ ഡ്യൂറേഷനുള്ളൊരു വീഡിയോ ക്ലാസ് കാണുവാണ്. അതിൽ നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണും. ചിലപ്പം കൺഫ്യൂസിങ് ഇയർ ആയിരിക്കാം, പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ, അങ്ങനെ ഓരോരോ ലോജിക്കുകളാണ്. അതൊക്കെ നമ്മളെ കുഴപ്പിക്കുകയാണെങ്കിൽ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന +1 +2 സമയത്ത് അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുമ്പം നമ്മൾ ലെക്ചറിനോട് തയ്യാറാക്കത്തില്ല. അപ്പം അധ്യാപകൻ പഠിപ്പിക്കുന്ന A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എഴുതുന്നില്ല. അതിൻ്റെ ഒരു ക്രിസ്പി നോട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചാൽ ഐഡിയ കിട്ടുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നോട്ട്സ് ഫ്രെയിം ചെയ്യും. അത് തന്നെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ബാച്ച്. നമ്മൾ വർക്ക് ഡയറി അവരെടുത്ത് പറയും. നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു ടാസ്ക്കാണ് നിങ്ങൾ വർക്ക് ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം. വർക്ക് ഡയറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏത് ടോപ്പിക് ആയിക്കോട്ടെ, അത് ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഫാക്റ്റ് ആയിരിക്കാം, PYQ ആയിരിക്കാം, വീഡിയോ ക്ലാസ് കണ്ടൻറ്റ് ആയിരിക്കാം, SCRT കണ്ടൻറ്റ് ആയിരിക്കാം, അതെല്ലാം അവരെന്ത് ചെയ്യണം, കുറേശ്ശെ പോയിന്റ്, അതായത് A to Z കാര്യങ്ങളല്ല, മറിച്ച് അതിനകത്ത് കുറച്ച് പോയിന്റ് മാത്രം അവരെ കുഴപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വർഷങ്ങളാണെങ്കിൽ, പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരാണെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അത് ഡെയിലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വർക്ക് ഡയറി എന്ന് പറയുന്ന അവരെഴുതിയ ഈ ലെക്ചർ നോട്ട് അവർക്ക് ഡെയിലി എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ നടത്താൻ പറ്റും. വീക്കിലി റിവിഷൻ നടത്താം, മന്ത്ലി റിവിഷൻ നടത്താം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പരീക്ഷയിൽ കയറുന്നതിന്, അതായത് 2 ദിവസം മുമ്പ് നമുക്ക് ഒരു ധാരണയില്ല. നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന വർക്ക് ഡയറി അല്ലെങ്കിൽ ലെക്ചർ നോട്ട് അവർ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാം.
അതുപോലെ തന്നെ സാർ, ഈ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തുന്നത് നല്ലതാണോ? അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്തിയെങ്കിൽ മാത്രമേ റിസൾട്ട് ആവൂ. ഉദ്യോഗാർത്ഥികൾ തന്നെ, ഇപ്പോൾ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, അപ്പോൾ ചില ആളുകളുണ്ട് കമ്പൈൻ സ്റ്റഡി നടത്തിയെങ്കിൽ മാത്രമേ ടെസ്റ്റ് കിട്ടൂ, കമ്പൈൻ സ്റ്റഡി നടത്താത്തവർക്ക് കിട്ടത്തില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അങ്ങനെയില്ല. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണോ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനൊരു കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാനൊരു കമ്പൈൻ സ്റ്റഡി കൂട്ടായ്മയിലേക്ക് ചെല്ലുമ്പം അവരൊരു 4 പേര് കാണും, അല്ലെങ്കിൽ ഒരു 5 പേര് കാണും. അപ്പോൾ അവർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെയും പഠിപ്പിക്കും. അവർ പഠിക്കുന്നു, ഒപ്പം നമ്മളെയും പഠിപ്പിക്കുന്നു. ഇപ്പോൾ പ്രാദേശികമായിട്ട് നമ്മൾ പറയത്തില്ലേ, വാഴ നനയുമ്പം ചീരയും നനയണം, ഇത് പറയുന്നൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ അവർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെയും പഠിപ്പിക്കുന്നു. അതാണ് കമ്പൈൻ സ്റ്റഡിയുടെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവരുണ്ട്, കമ്പൈൻ സ്റ്റഡി ചെയ്യാത്തവരുണ്ട്. അപ്പം ഓരോ നമ്മളിപ്പം തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ SS കോവിൽ റോഡ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അവിടെ മൊത്തം ലൈബ്രറിയാണ്. കൊല്ലം എടുക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഓരോ ജില്ലയിലും ഓരോ ലൈബ്രറി കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഓരോ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച്, ഓരോ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് വൈകുന്നേരവും രാവിലെയൊക്കെ ഇങ്ങനെ പറയുന്ന കമ്പൈൻ സ്റ്റഡി ടീമുകളുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ആവർത്തിച്ച് എന്ത് ചെയ്യുന്നു, വായിക്കുന്നു, കൂടിയിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുമ്പം നമുക്ക് കേട്ട്, നമ്മൾ ചില ആളുകൾ പറയുന്ന ഒരു വാക്യമുണ്ട്, ചെവിത്തഴമ്പ്. അത് ക്ലാസ്സിലിരുന്ന് നമുക്ക് ചെവിത്തഴമ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കമ്പൈൻ സ്റ്റഡിയുടെ മെറിറ്റ്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവർക്കും ടെസ്റ്റ് കിട്ടുന്നുണ്ട്, കമ്പൈൻ സ്റ്റഡി ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിൽ ഒരുമിച്ച് ഒരു സ്ട്രഗിളോടുകൂടി പഠിക്കുന്നവർക്കും ടെസ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ സാർ. സാറ്, ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, ഈ നെഗറ്റീവ് മാർക്സ് നമുക്ക് എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുക? ഒരുപാട് പേര് എന്നോട് തന്നെ പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ വരുമ്പോൾ സാറിനോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് ഞാൻ നേരത്തെ വിചാരിച്ച് വെച്ചതാണ്. എങ്ങനെ നമുക്ക് ഈ നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാൻ സാധിക്കും? നമ്മൾ ഒരു മത്സര പരീക്ഷ ഇടുന്നതിൽ ഏണിയും പാമ്പോ എന്ന് പറയത്തില്ലേ, അപ്പോൾ നമ്മൾ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. 0, 1, 2 അങ്ങനെ തുടങ്ങി ഒരു 80-85 റേഞ്ച് എത്തുമ്പം നമ്മളെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ ഒരു വലിയൊരു പാമ്പ് അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് മാർക്കും. അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ റാങ്ക്, അവരുടെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലെ പൊസിഷനെല്ലാം വളരെ ബാക്കിലേക്ക് ആക്കുന്ന ഒരു മേഖലയാണ് നെഗറ്റീവ് മാർക്ക്. അപ്പോൾ നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി മനഃപൂർവ്വമല്ല, അപ്പം ചില ആളുകൾ വിചാരിക്കും, സാർ ഞാൻ മനഃപൂർവ്വമാണോ ഈ പറയുന്ന നെഗറ്റീവ് എഴുതുന്നത്? ഒരിക്കലുമല്ല. നെഗറ്റീവ് എഴുതുന്നത് അവർ മനഃപൂർവ്വമല്ല. അവർക്ക് 3 കാര്യങ്ങളുടെ കുറവ് ഉള്ളതുകൊണ്ടാണ്. ഒന്ന്, അവർ റിവിഷൻ ചെയ്യുന്നില്ല. ഒരു ഉദ്യോഗാർത്ഥി, അത് മത്സര പരീക്ഷ ഫോക്കസ് കൊടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ടത് ആവർത്തിച്ചുള്ള പഠനമാണ്, അത് റിവിഷൻ. ആ റിവിഷനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഈ പറയുന്ന നെഗറ്റീവ് ഒഴിവാക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തത്, മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാതെ മാത്രം പോരാ, ഈ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് നമുക്ക് എവിടേക്കാണ് നെഗറ്റീവ് വരുത്തിയത്. നമുക്ക് മാത്സ് ആൻഡ് മെൻറ്റാലിറ്റിയിലായിരിക്കാം നെഗറ്റീവ് വരുത്തുന്നത്, കറണ്ട് അഫേഴ്സിലായിരിക്കാം നെഗറ്റീവ് വരുത്തുന്നത്. അപ്പോൾ അടുത്ത മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ആ കറണ്ട് അഫേഴ്സ് മേഖല, അല്ലെങ്കിൽ ആ മാത്സ് ആൻഡ് മെൻറ്റാലിറ്റി മേഖല, അല്ലെങ്കിൽ GK പോർഷൻ, സയൻസ് പോർഷൻ കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ അടുത്ത പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പം ഈ പറയുന്ന ഇത്തവണ നെഗറ്റീവ് കിട്ടിയതെല്ലാം അവിടെ എന്താവും, പോസിറ്റീവ് ആവും. ഇത് ഇങ്ങനൊരു എന്താണ് പറയുന്ന ഒരു സർക്കുലർ പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് ചാക്രിക പ്രവർത്തനം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നെഗറ്റീവ് ഒഴിവാക്കാം. പിന്നെ ആവർത്തിച്ചുള്ള വായന ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുക. അതും വെറുതെ ജസ്റ്റ് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A, 2 B അങ്ങനെ എഴുതി പോവല്ല, OMR ഷീറ്റിൽ തന്നെ എഴുതി പോകണം. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പരീക്ഷകളിൽ കയറുമ്പം നമുക്ക് ഈ തരുന്നത് ഒരു OMR ഷീറ്റാണ്, അതല്ലാതെ വൈറ്റ് പേപ്പർ അല്ല. മിക്ക ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നത് വൈറ്റ് പേപ്പർ എടുക്കും. വൈറ്റ് പേപ്പർ എടുത്ത് 1A, 2B, 3C അങ്ങനെ എഴുതി പോകുന്നവരുണ്ട്. അതൊരു തെറ്റായ ഒരു രീതിയാണ്. 100 മാർക്കിൻ്റെ OMR പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കൊടുക്കുന്ന ഒരു ആൻസർ കീ കണ്ടൻ്റ് ഉണ്ട്, അതായത് ഒരു OMR ഷീറ്റുണ്ട്. ആ OMR ഷീറ്റിൽ തന്നെ ഒന്നാമത്തത് ഓപ്ഷൻ C എങ്കിൽ C ബബിൾ ചെയ്ത് തന്നെ പോകണം. കാരണം നമ്മളൊരു എക്സാം എന്ത് ചെയ്യുക, റിക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ റിയൽ എക്സാമിനേഷന് മുമ്പുള്ള ഒരു ട്രയൽ എക്സാമിനേഷനാണ്. ഇത് മൊത്തം നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ, നമ്മുടെ ചുറ്റുപാടും എല്ലാം റിക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ റിക്രിയേറ്റ് ചെയ്യുമ്പം ഒരു റിഹേഴ്സലായിട്ട് മാറും. റിയൽ എക്സാമിനേഷന് പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് എന്താവും, കോൺഫിഡൻ്റ് ആവും, നമ്മളുടെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനും പറ്റും. അതുപോലെ തന്നെ സാറിന് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്തായിരിക്കും? നമ്മുടെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്തായിരിക്കും? പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ഒരു മെറ്റീരിയൽ കണ്ടൻറ്റും ഒരു റാങ്ക് ഫയൽ കണ്ടൻറ്റും നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ വിശ്വസിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം വിശ്വസിക്കുക. സ്വയം നമ്മുടെ കഴിവിനെ നമ്മൾ തന്നെ വിശ്വസിക്കുക. നമ്മൾ പൊളിയാണ്, നമ്മൾ സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ആവർത്തിച്ച് വായിക്കുക, ആവർത്തിച്ച് പരീക്ഷ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക. സാർ, വിദ്യാഭ്യാസ യോഗ്യത കൂടിയാൽ മത്സര പരീക്ഷ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുമോ?
അതൊരിക്കലും അങ്ങനെ സാധിക്കില്ല. കാരണം ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ ഒരു അക്കാഡമിക് വിദ്യാഭ്യാസത്തിൽ നമ്മൾ 1ാം റാങ്കുകാരിയാകാം, അല്ലെങ്കിൽ 1ാം റാങ്കുകാരനാകാം, അല്ലെങ്കിൽ ആ കോളേജിലെ അല്ലെങ്കിൽ ആ സ്കൂളിലെ ഏറ്റവും ടോപ്പ് റാങ്കർ ആയിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ആ സമയത്ത് അയാൾ പഠിച്ചു, ചിലപ്പം ഗോൾഡ് മെഡലിസ്റ്റ് നമ്മൾ പറയത്തില്ലേ, ഓരോരുത്തർ ഗോൾഡ് മെഡലിസ്റ്റാണ്. അപ്പം അവർ ആ രീതിയിൽ നിന്ന് മാറി ഒരു മത്സര പരീക്ഷ രംഗത്തേക്ക് വരും, അല്ലെങ്കിൽ മത്സര പരീക്ഷ പരിശീലനത്തേക്ക് വരുന്ന സമയത്ത് ആ സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്, ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഇപ്പം പല ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരു വാക്യമാണ്, അവരുടെ കൂട്ടുകാരികളോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരോ ജോലിയിൽ കയറുന്ന സമയത്ത് അവർ പറയുന്നൊരു വാക്യമുണ്ട്, അവന് എൻ്റെ നോട്ട്സ് നോക്കി അവൻ വായിച്ചത്, അവന് പഠിക്കുന്ന സമയത്തൊന്നുമല്ലായിരുന്നു, എന്നേക്കായി മാർക്ക് കുറവായിരുന്നു, പക്ഷെ അവന് സർക്കാർ ജോലി കിട്ടി. അപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ അക്കാഡമിക് ബ്രില്യൻസ് കുറവായിരിക്കാം, കൂടുതലാകാം കുറവാകാം. അപ്പോൾ ആ സമയത്ത് ആ അക്കാഡമിക് പരീക്ഷകളൊക്കെ അയാൾ പാസ് ഔട്ടായി തിരിച്ച് ഈ മത്സര പരീക്ഷാ മേഖലയിലേക്ക് വന്നപ്പം അയാൾ ലൈവായിട്ട് നിന്നു. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇതേന്നും പറഞ്ഞ് നിന്നു. ആ സമയത്ത് കറണ്ട് അഫേഴ്സ് വായിച്ചു, ആ സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ആ സമയത്ത് അതായത് SCRT ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വർഷത്തെ SCRT കണ്ടന്റ് അല്ല അടുത്ത വർഷം, അപ്പോൾ ഓരോ തവണയും മാറുന്ന SCRT പഠിച്ചു. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് നിൽക്കുന്ന ഒരാൾക്കാണ് ഈ പറയുന്ന മത്സര പരീക്ഷ കിട്ടുന്നത്. അതല്ലാതെ എനിക്കിപ്പം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടുതലുണ്ട്, ഞാനൊരു PG കാരനാണ്, ഞാനൊരു MEd കാരനാണ് എന്ന് കരുതി പെട്ടെന്ന് ജോലി കിട്ടും എന്നത് ഒരു തെറ്റായ ധാരണയാണ്. ഇനി മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നേടുന്നിടം വരെ പരിശ്രമിക്കുക. ഒരു മത്സര പരീക്ഷ, അപ്പോൾ ഒരു തവണ പരീക്ഷ എഴുതി നിങ്ങൾക്ക് കിട്ടിയില്ല, അടുത്ത തവണ പോയി എഴുതുക. അപ്പം നിങ്ങൾക്ക് ആദ്യ തവണ നിങ്ങൾ എന്തൊക്കെയാണോ അവിടെ പറ്റാതിരുന്നത്, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാത്ത മേഖല, ഇപ്പോൾ ഒരു 100 മാർക്കിൻ്റെ OMR പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പം ആ 100 ചോദ്യവും നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം. ആ പറയുന്ന സമയത്തിനുള്ളിൽ ആ 100 ചോദ്യവും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല, 100 ചോദ്യം നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം. അപ്പം നമുക്കെന്താ, ഇപ്പോൾ ഒരു പരീക്ഷ എഴുതുക, അപ്പം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പറയുന്ന പരീക്ഷയുടെ ഒരു 70% അല്ലെങ്കിൽ 70 ചോദ്യം നമ്മൾ കവർ ചെയ്തു. ദെൻ ഇനിയുള്ള സമയം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫുള്ള് എഴുതി തീരുന്ന സമയമുണ്ടല്ലോ, ഒരു എക്സാം ടൈം, ആ എക്സാം ടൈം തീരുന്നു ബെല്ലടിക്കുന്നു, ഇൻവിജിലേറ്റർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആൻസർ കീ മേടിക്കുക. അപ്പോൾ നമ്മൾ 80 ചോദ്യം വരെ അറ്റൻഡ് ചെയ്തോളൂ. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോഴായിരിക്കും ബാക്കിയുള്ള 20 ചോദ്യം വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് കരുതണം, നമുക്കൊരു ടൈം മാനേജ്മെൻ്റ് ഇല്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇനി അടുത്ത മത്സര പരീക്ഷ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ പ്രതീക്ഷിക്കുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, നിങ്ങളുടെ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നിങ്ങളുടെ ടീച്ചേഴ്സ്, ഇവർക്കെല്ലാം ഒരു സമ്മാനം കൊടുക്കണം. ആ സമ്മാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടി, ആ അഡ്വൈസുമായി നിങ്ങൾ മുന്നിലേക്ക് ചെല്ലുന്നു. അപ്പോൾ മുന്നിലേക്ക് ചെല്ലുമ്പം നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും, അതേപോലെ അവർക്ക് സന്തോഷം ഉണ്ടാവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ ഈ പറയുന്ന മത്സര പരീക്ഷ നേടി, ആ മത്സര പരീക്ഷ നേടിയതിന് ശേഷം നിങ്ങൾ സർവീസ് ബുക്കിൽ ഒപ്പിടാൻ ചെല്ലും. ആ സർവീസ് ബുക്കിൽ ഒപ്പിടാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ അമ്മ കാണും, അച്ഛൻ കാണും, സഹോദരങ്ങൾ കാണും, സുഹൃത്തുക്കൾ കാണും. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനം നിങ്ങൾ സർക്കാർ സർവീസിൽ കയറി. ഇത് മാത്രമാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്. ഉഷാറായി പഠിക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, ഒരു തവണ പരീക്ഷ എഴുതി പറ്റിയില്ല, കിട്ടിയില്ല, വീണ്ടും പരീക്ഷ എഴുതുക. ചില ആളുകൾ പറയത്തില്ലേ, നേടുന്നവരം വരെ പരിശ്രമിക്കുക. PSC മേഖലയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വളരെ യൂസ്ഫുൾ ആകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ സാറിൻ്റെ ഈ ഒരു വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി.